നമസ്തേ. ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. Please guide me, universe. Please guide me, divine. The viewers and the person, the current feelings എന്താണ്? Eight of Swords, Ace of Wands, Temperance. ടെമ്പറൻസിൻ്റെ കാർഡാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. സയൻസ് നോക്കുവാണെങ്കിൽ സജിറ്റേരിയസ്, ഏരീസ്, ജെമിനൈ. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിലുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ട്രാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. മേ ബി അത് ഈ ഒരു വ്യക്തിയുടെ മേ ബി ഓവർ തിങ്കിങ്സ് കൊണ്ടായിരിക്കാം, ഈ ഒരു അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്സ് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ട്രാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെ എപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് ഇങ്ങനെയാണ് സിറ്റുവേഷൻസ് നമ്മൾ തന്നെ ചിന്തിച്ച് ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ. സോ ആ ഒരു എനർജീസ് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടും പ്രോബ്ലംസിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു എനർജി ഒരു വ്യക്തി. ഓക്കെ, എപ്പോഴും ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ലൈക്ക് ഞാനാണ് തെറ്റുകാരൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജീസ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്ത് ഞാനാണ് എന്താ പറയുക, നിങ്ങളാണ് എപ്പോഴും തെറ്റുകാരൻ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാനാണ് വിക്ടിം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നൊരു വ്യക്തി ചില സമയത്ത് ഇവർക്ക് ഫീൽ ചെയ്യും ലൈക്ക് എന്താ പറയുക, ചില സമയത്തിലേക്ക് ഇവരുടെ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂഡ് സ്വിങ്സ് എന്ന് പറയത്തില്ല. ചില സമയത്ത് വിചാരിക്കും എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് വിചാരിക്കും, ചില സമയത്ത് പറയും അവരുടെ ഭാഗത്ത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് കറക്റ്റ് എനർജി. ഇവിടെ ഒരു വ്യക്തി എപ്പോഴും എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. ഇവർക്ക് എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി വേണം, ക്ഷമ വേണം. ലൈക്ക് ഇവരെല്ലാം പതിയെ ബേബി സ്റ്റെപ്സ് എടുത്ത് വെക്കാൻ ബിലീവ് ചെയ്യുന്ന ആളുകളാണ്. ലൈക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കണമെങ്കിലും വിചാരിക്കും കുറച്ചുകൂടെ കഴിയട്ടെ, പിന്നെ ആലോചിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ലൈക്ക് പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിക്ക് എന്ന് വെച്ചാൽ സ്പിരിച്വലി ബാലൻസ്ഡ് ആയിട്ടുള്ളതല്ല, മേ ബി ഇവരുടെ ലൈഫിൽ അത്രയധികം സ്ട്രഗിൾസ് ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പേഷ്യൻസ് എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് മുമ്പുള്ള അനുഭവങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇവർക്ക് വളരെയധികം മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ പ്രസൻ്റ്ലി ഇവർ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുന്നതിനെ എന്താ പറയുക, അതിൽ ബിലീവ് ചെയ്യുന്നില്ല. എന്തിനേയും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ബിലീവ് ചെയ്യുന്നില്ല. ടൈം എടുക്കാം, ക്ഷമയോടുകൂടി എല്ലാം ആലോചിച്ച് കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇവിടെ നിങ്ങളുമായിട്ടാണേലും ഇപ്പം എന്താ നിങ്ങളുടെ ഒരു എനർജിയിൽ നിങ്ങൾക്കൊരു ആക്ഷൻ ഫീൽ ചെയ്യാതെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ അടുത്തു നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക, ഇവർക്ക് എന്താ പറയുക, നിങ്ങളോട് സ്നേഹമില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ചെയ്യാൻ ആഗ്രഹമില്ല എന്നല്ല. ആഗ്രഹമുണ്ട്, ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, റീകണക്റ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ പെട്ടെന്നല്ല, പതിയെ ഒരു ബന്ധത്തിലേക്ക് ഒരു ഗ്രോത്ത് കൊണ്ടുവരണം എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഈ കിങ് ഓഫ് സോർട്സ് എപ്പോഴും പറയുന്നത് ലോജിക്സ്, അതായത് ഇമോഷൻസിനെ കഴിഞ്ഞും കൂടുതലാണ് മൈൻഡ് ഓർ ഇമോഷൻസ്, ആ ഒരു എനർജീസാണ്. ഈ ഒരു കിങ് ഓഫ് സോർട്സ് എപ്പോഴും ഇമോഷൻസിന് കഴിഞ്ഞ് കൂടുതൽ പ്രയോറിറ്റി മൈൻഡിന് കൊടുക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളെ ഒത്തിരിയധികം മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. ലൈക്ക് നിങ്ങൾ ഇവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക്. സോ ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പ് ഇവരിതുപോലെ കുറേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നുണ്ടാവും ലൈക്ക് ഇനി ഞാൻ ഹേർട്ട് ആവാനായിട്ട് പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഇവരിവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ടാവും നല്ല രീതിക്ക്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഏബിൾ ആയിരിക്കാം. ഇപ്പം നമുക്കൊരാളെ ചുമ്മാ ഹേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
നമുക്ക് ആ ഒരു വ്യക്തിയായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏതൊരു വ്യക്തി എന്ത് പറഞ്ഞാലും ഹേർട്ട് ആവുള്ളൂ. അറ്റാച്ച്മെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ലല്ലേ. പറഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നിങ്ങളുമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഹേർട്ട് ആകുമോ എന്നുള്ളൊരു ഫിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തിലുള്ള ഏതെങ്കിലും ആക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ പ്രസൻ്റ്ലി എടുക്കുമ്പോൾ അത് ഈ ഒരു വ്യക്തി മുന്നോട്ടത് ചിന്തിക്കുമ്പോൾ അത് ചെയ്ത് തെറ്റായി എന്നുള്ളൊരു തോട്ട്സ് ആ ഒരു വ്യക്തിക്ക് വരുമോ എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിയറിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിരിക്കുക, ഒരു സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിക്ക് പ്രൊട്ടക്റ്റീവ് നേച്ചർ ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുകയായിരിക്കാം. ഓക്കെ, സോ ആ ഒരു എനർജീസ്. അതല്ലാതെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റീഡിങ് കാണുന്നത്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, സോ അവർ എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ലേ വിസിറ്റിംഗ് ദ പാസ്റ്റ്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസും മൊമെൻറ്റ്സും ഈ ഒരു വ്യക്തി റീവിസിറ്റ് ചെയ്യുകയാണ്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഐ തിങ്ക് നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്കൊരു അഡിക്ഷനുണ്ട്. അഡിക്ഷൻസ് അല്ലെങ്കിൽ കോ ഡിപ്പെൻഡൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താ പറയുക, അഡിക്ഷൻസ് എന്താണ്, അഡിക്ഷൻസ് വരില്ലേ? ഓക്കെ, അഡിക്ഷൻസിൻ്റെ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഈ ഒരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളെന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവർ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഇവിടെ ഈ ഒരു ഡെവിലിൽ 2 സോൾസുകളുണ്ട്. ഒരു 2 സോൾസിനെയും ബന്ധിക്കപ്പെട്ടിട്ട് ഒരു ചങ്ങല കിടക്കുകയാണ്, ഒരു ചെയിൻ കിടക്കുകയാണ്. ഈ കാർഡ് കാണിക്കാൻ പറ്റത്തില്ല, ഏജ് റെസ്ട്രിക്ഷനിലേക്ക് വരുന്ന കാർഡ്സുകളാണ്. ഇതും സ്റ്റാർ കാർഡ്സും വേൾഡും ഒക്കെ ലവേഴ്സ് കാർഡൊക്കെ, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്ത കേട്ടോ കാർഡ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കണക്ഷൻ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോട്ട്സാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിക്കും. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കണക്ഷൻ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്സാണ്. ലൈക്ക് എന്തോ ഒന്ന് ഈ ഒരു വ്യക്തിനെ ഈ ഒരു കണക്ഷനിലേക്ക് വീണ്ടും 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 ഇവർ എത്രമാത്രം പോകാൻ ശ്രമിക്കുമ്പോഴും വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് സ്ട്രോങ് ആയിട്ട്. ഓക്കെ, സോ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ്സ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും. പക്ഷേ ഈ ഒരു സോൾമേറ്റ്സ് എന്നുള്ളൊരു എനർജി പറയുമ്പോൾ പോലും നിങ്ങൾ സോൾമേറ്റ്സ് ആണെങ്കിൽ പോലും അതിൽ ആ പാസ്റ്റ് ലൈഫിലെ കുറേ കർമ്മങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ക്ലിയർ ആക്കിയാലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സിംഗിൾസ് ആണെങ്കിലും മേ ബി മാരേജ് പോസിബിൾ ആയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി ഈ ഒരു കണക്ഷനിലേക്ക് വരും. ഓക്കെ, കാരണം ഇവിടെ സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കാർഡ്സിൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ കുറച്ച് കർമ്മഫലങ്ങളുണ്ട്, അത് ക്ലിയർ ആവണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസും ഈ ഓരോ ഓൺ ആൻഡ് ഓഫും നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ, ഇടയ്ക്ക് ഈ ബ്ലോക്കിങ് വരുന്നതും ഒക്കെ ആ ഒരു കർമ്മഫലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു കർമ്മ ഇങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ പെയിനിലൂടെയാണ് എപ്പോഴും കർമ്മ റിലീസ് ചെയ്യുന്നത് അല്ലേ. സോ അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്കും പ്രസൻറ്റ് സിറ്റുവേഷൻസും ഒക്കെ കർമ്മ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഇവർക്കും വല്ലാത്ത, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു അഡിക്ഷൻ ഫീൽ ചെയ്യുകയാണ്. ലൈക്ക് നിങ്ങളില്ലെങ്കിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടൊരു മാഗ്നറ്റിക് പുൾ അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു ടൈമിൽ. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സെക്ഷലി ഇൻറ്റിമേറ്റ് ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വേറൊരാളിലും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ഇതിനു മുമ്പ്. ഓക്കെ, കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സോൾമേറ്റ്സ് ആണ്, പാസ്റ്റ് ലൈഫ് സോൾമേറ്റ്സ്. നിങ്ങൾ ഒരുമിച്ച് കുറേ ജന്മങ്ങൾ പോയിട്ടുണ്ട് ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സോൾ ലെവലിൽ സോളിന് അറിയാം ഇതെന്ത് സോൾമേറ്റ് ആണ്, എൻ്റേതായിട്ടുള്ള ഒരു കൗണ്ടർ പാർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ സോൾ എല്ലാം ഇല്യൂഷനാണ് അല്ലേ. നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ ബോഡി എല്ലാം ഇല്യൂഷനാണ് അല്ലേ. സോള് മാത്രമാണ് ശരിക്കുമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത്. ആ ഒരു സോളിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോൾ ഓരോരോ ഫിസിക്കൽ ബോഡി എടുത്തിട്ട് എർത്തിലേക്ക് വരുന്നത്. അപ്പോൾ സോളിനപ്പം ഈ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എന്താണെങ്കിലും സോളിനിത് മനസ്സിലായിട്ടുണ്ട്. ലൈക്ക് ഇത് എൻ്റെ പാർട്ട്ണറാണ്, എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ സോളിന് വല്ലാത്തൊരു ക്രേവിംഗ് ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സോളിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് ആ ഒരു സോളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഒരു അട്രാക്ഷനാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ അത്രയും ഈ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവർ അത്രയും സ്പിരിച്വലി വേക്കണ്ട് അല്ലാത്തതുകൊണ്ട് ഇവർക്കത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഇത്ര അറ്റാച്ച്മെൻറ്റ് ഈ ഒരു വ്യക്തിയോട് തോന്നുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇവരെ എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് പറ്റാത്തത്, അല്ലെങ്കിൽ
മറ്റുള്ള വ്യക്തികളെ കാണുന്നത് പോലെ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു വ്യക്തിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു കാർമിക് എന്നുള്ള രീതിക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളോട് സമ്മതിക്കുന്നുണ്ടാവില്ല ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്നുള്ളത്. ശരിക്കും ഇവർ വിചാരിക്കുന്നത് ലൈക്ക് ഇത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ ആണ് എന്നുള്ളൊരു തോട്ട്സിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ആവുന്ന ഒരു കാര്യം അല്ല, ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കണക്ഷനാണ്, ഇതെന്തോ മുജന്മ ബന്ധമാണ് എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരാറുണ്ട്. Queen of Cups, Knight of Pentacles and Six of Swords in energy. Bottom of the deck, Ace of Swords. ഇവിടെ Ace of Swordsഉം Ace of Wandsഉം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി നൈറ്റ് സ്വപ്നങ്ങൾ കാണുക, നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്സ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും ഒത്തിരി അധികം. സോ എനിക്ക് ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സംതിങ് ഈസ് റിലേറ്റഡ് ടു സ്റ്റാർ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ എനർജി ആവാം. ഇവർക്കിങ്ങനെ നൈറ്റ് സ്റ്റാറിനെയൊക്കെ നോക്കി മൂണിനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ നന്നായിട്ട് എന്താ പറയുക, ആകാശത്തേക്കിങ്ങനെ നോക്കി ഒറ്റയ്ക്ക് വെളിയിലിറങ്ങി നല്ല ഒരു ആ നൈറ്റ് ടൈം നിലാവുള്ള ഒരു ടൈമിലൊക്കെ ഇങ്ങനെ സ്റ്റാറിനെയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കാം കേട്ടോ. എനിക്ക് ആ ഒരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലായിട്ട് എനിക്ക് വ്യൂവേഴ്സ്, ഫീമെയിൽ വ്യൂവേഴ്സില്ലേ കാണുന്നത്, സോ അവരുടെ ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർസിനെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട്. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾ പലപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഇട്ടിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ മൺമറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സോളുകളാവാം എന്നുള്ള രീതിക്കുള്ള ഒരു തോട്ട്സുകളും ചിലർക്കൊക്കെ വരുന്നുണ്ടാവും. ലൈക്ക് ഈ ഒരു സോള് എൻ്റെ ഇന്ന വ്യക്തിയായിരിക്കാം എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എനിക്കിത് ഇൻറ്റ്യൂട്ടീവിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഇവിടെ ഹീലിംഗ് ചെയ്യുന്നുണ്ട് വളരെയധികം നന്നായിട്ട്. സോ നിങ്ങളുടെ ഹീലിംഗ് വർക്കാവുന്നുണ്ട്, നിങ്ങൾ ഹീൽഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ, നിങ്ങൾക്ക് ഇത്രയും ഹീലിംഗ് ചെയ്തിട്ട് ഒരു ചേഞ്ചും എൻ്റെ വ്യക്തിക്ക് വരുന്നില്ലല്ലോ, അങ്ങനല്ല. നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലും ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ ചേഞ്ചസ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചേഞ്ചസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ചേഞ്ചസ്. അപ്പോൾ അതാണ്, നിങ്ങൾ വേറെ എവിടെയും പോയി അവരുടെ വീട്ടിൽ വണ്ടി വിളിച്ച് പോയി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ മെസ്സേജ് ഇട്ട് പോയി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വ്യക്തി ചേഞ്ച് ആയോ എന്നുള്ളത്. നിങ്ങൾ ചേഞ്ച് ആയോ എന്നാൽ ആ ഒരു വ്യക്തിയും ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ സോൾമേറ്റ് കണക്ഷനൊക്കെ പോലുള്ള കണക്ഷനിലാണെങ്കിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ സോൾമേറ്റ്സ് അല്ല, നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് അല്ല എന്നൊക്കെ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീലിങ്സിലായിരിക്കും നിങ്ങൾ ബേസിക്കായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടത് അല്ലേ. സോ ഇത് സോൾമേറ്റ്സ് ട്വിൻ ഫ്ലെയിംസിലുള്ള ഒരു ഗൈഡൻസ് ആണ് ഇപ്പം ഞാൻ തന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന്. അല്ലെങ്കിലും ഇത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. കാരണം നമ്മുടെ വൈബ്രേഷൻ ഇൻക്രീസ് ആവും അല്ലേ. ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇപ്പോൾ ഞാൻ പ്രസൻ്റ്ലി പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്കൊന്നും ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ മോശപ്പെട്ടിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ. മനസ്സിലായോ? വളരെയധികം മോശപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും മോശപ്പെട്ടിട്ടുള്ളൊരു ടൈം ഇപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു എവൻറ്റ്സ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫിയറും ആൻസൈറ്റിയും ഒക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിലുള്ളത്. ഓക്കെ, സോ അവർ എനർജീസ്. പിന്നെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടാണെങ്കിലും ഇവർ ഈ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണോ എക്സാക്ട്ലി ഒരു കണക്ഷനിൽ പ്ലാൻ ചെയ്തത് ശരിക്കും അതല്ല നടന്നത്. പ്ലാനിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടന്നിട്ടുണ്ടാവുക നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു റിലേഷൻ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും പ്ലാനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത് ഇങ്ങനെ ആയിരിക്കണം, പക്ഷേ ഒരു പ്ലാനിങ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല പ്രസൻ്റ്ലി. ഓക്കെ, സോ വിചാരിച്ച എങ്ങനെയാണോ അതുപോലെയുള്ള ടേൺ ആയത്. ഇപ്പം പ്രസൻ്റ്ലി ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് വരണ്ടായിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, സോ ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ശരിക്കും ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാക്സിമം ചിന്തിക്കും ലൈക്ക് ഇതിനൊരു ഫ്യൂച്ചറില്ല, ഇതിന്ന് മൂവ് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മൂവ് ചെയ്യുക എന്നുള്ളത് വളരെ എന്താ പറയുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രസൻ്റ്ലി ഇതിൽ നിന്ന്. പക്ഷേ എനിക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല.
എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ലൈക്ക് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങളിൽ കരിയറിൽ ഫോക്കസ് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ്, അങ്ങനെ ഒത്തിരി അധികം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് എന്തുകൊണ്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു വ്യക്തി ഇവരോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് ആ ഒരു വ്യക്തിയെ മറന്ന് കളയാൻ പറ്റുന്നില്ല? ഓക്കെ, സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിയിൽ പറ്റിയിട്ടുള്ളത്. നമുക്ക് വേറെ കുറച്ച് ഗൈഡൻസ് നോക്കാം ലാസ്റ്റിൽ. പ്ലീസ് ഗൈഡ് മീ ദ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? കോഡിപെൻഡൻസിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോഡിപെൻഡൻസി ഉണ്ട് ഇവിടെ നല്ല രീതിക്ക് നിങ്ങൾക്ക്. സോ കോഡിപെൻഡൻസിന്ന് വെളിയിൽ വരിക. ഇൻറ്റൻസ് ആയിട്ടുള്ള റിയാക്ഷൻ. ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുമോ, ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി സേഫ് ആണ് ലവ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാർമിക്, നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങളുടെ റിലേഷൻ ടോക്സിക് ആയിട്ടുള്ള വെയിലാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കാർമിക് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ട്വിൻ ഫ്ലെയിമിലൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാർമിക്കിനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ട്രോമ ബോൺസ് ഇല്ലേ, സോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കണക്ഷൻസ് അല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. ഈ ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഫുൾ പേഴ്സണൈസ്ഡ് റീഡിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുക. പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൈസ്ഡ് റീഡിങ്സ് എടുക്കുക കേട്ടോ. കാരണം ഇത് ഫുൾ കണ്ടിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്നുള്ള രീതിക്ക് നിങ്ങൾ ലൈക്ക് ഇത് ആ ഒരു വ്യക്തി നെഗറ്റീവാണ്, സ്റ്റിൽ ഇതിൽ റീഡിങ് പോസിറ്റീവ് ആണല്ലോ എന്നുള്ള രീതിക്ക് അങ്ങനെ നിൽക്കണ്ട. സോ നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് ആണെന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അതിന് വെളിയിൽ പോകണം. നിങ്ങൾ തന്നെ ഡിസിഷൻസ് എടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതല്ലേ സെൽഫ് ലവ്. സോ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ് എന്നുള്ളൊരു ദി സയൻസ് ആർ ക്യൂഷൻ, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഇവിടെ പറയുന്നത് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് എന്നുള്ളൊരു കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ സെയിം പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ഇതൊരു റെഡ് ഫ്ലാഗ് ആണ് അല്ലെങ്കിൽ ഒരു റെഡ് ഫോറസ്റ്റ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ക്യുക്കായിട്ട് അവിടെ നിന്ന് ഇറങ്ങുക ഒരു റിലേഷനിൽ നിന്ന് കേട്ടോ. അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാത്ത എല്ലാ ബന്ധങ്ങളും കാർമിക്സ് ആണ്. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേണിയും സോൾമേറ്റ് കണക്ഷനും ഡിഫറെൻ്റ് ആണ്. കാർമിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സോൾ ലെവലിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണോ നിങ്ങളുടെ സോൾമേറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ സ്പിരിച്വൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഐഡൻറ്റിഫൈ ചെയ്യുക. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്, റെഡ് ഫോറസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും റോങ് വൺസ് പോകുമ്പോഴായിരിക്കും റൈറ്റ് വൺസ് നമ്മളുടെ ലൈഫിലേക്ക് വരിക. അപ്പം അതൊരു പ്രകൃതി നിയമമാണ്. നമുക്ക് റൈറ്റ് വൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കഴിഞ്ഞു പോയിട്ടുള്ള പഴയ കർമ്മകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ കാർമിക്സിലൂടെയാണ് ക്ലിയർ ചെയ്യുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പിലൂടെയാണ് ക്ലിയർ ചെയ്യുക ആ ഒരു കർമ്മങ്ങളെ. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ റൈറ്റ് വണ്ണിനെ അട്രാക്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ റൈറ്റ് വണ്ണിനെ മീറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫിയർ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ എന്താ പറയുക ആ റൈറ്റ് വണ്ണിനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, റിലീസ് യുവർ എക്സ്. കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ കണക്ഷനിൽ ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ റിലീസ് യുവർ എക്സ്, ഞാൻ പറഞ്ഞു റെഡ് ഫോറസ്റ്റ് ഒക്കെ ആയിട്ടുള്ളവർ നിങ്ങളുടെ എക്സിനെ റിലീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ എൻ്റർ ആവുന്നത്, നിങ്ങളുടെ സോൾമേറ്റ് എൻ്റർ ആവുന്നത്. മേ ബി ഇതൊരു അറേഞ്ച് മാരേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ വരുന്നുണ്ടാവുക. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ. നിങ്ങളുടെ സോൾമേറ്റിനെ ട്വിൻ ഫ്ലെയിമിനെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ ജേർണിയുടെ ഒരു എൻഡിങ് ഒക്കെ ആവാതെ പോവുക. നിങ്ങൾക്ക് ഒരിക്കലും സോൾമേറ്റിനെ അട്രാക്ട് എടുത്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല, നിങ്ങൾ നോർമൽ സോൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എൻഗേജ്മെൻറ്റ് പോസിബിളാണ്. അപ്പോൾ നിങ്ങൾ ജേർണിയിലാണെങ്കിലും നിങ്ങളുടെ ഹീലിംഗ് ഒക്കെ ഫിനിഷ്ഡ് ആണ് എന്നൊക്കെ ഉള്ളൊരു എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് പോസിബിളാണ്. നിങ്ങളുടെ റിലേഷനിൽ ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനുള്ളൊരു ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ
പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.